നടി ലക്ഷ്മി പ്രിയയ്ക്കും വനിതാ എസ്ഐക്കുമെതിരെ നടി അൻസിബ ഹസൻ നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ് റിപ്പോർട്ട്. അൻസിബയുടെ പരാതിയിൽ കേസെടുക്കാനാവില്ല എന്ന് കാണിച്ച് തൃക്കാക്കര ACP കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകി. അൻസിബയ്ക്ക് പിന്നിൽ മതവർഗീയവാദികൾ ഉണ്ടെന്ന് സംശയിക്കുന്നതായി നടി ലക്ഷ്മി പ്രിയ ആരോപിച്ചു. അൻസിബയ്ക്കെതിരെ 10 കോടിയുടെ മാനനഷ്ട കേസ് കൊടുക്കുമെന്നും ലക്ഷ്മി പ്രിയ വ്യക്തമാക്കി. ലക്ഷ്മിപ്രിയ നൽകിയ വ്യാജ പരാതിയിൽ തൃപ്പൂണിത്തുറ SI രേഷ്മ മോശമായി പെരുമാറിയെന്ന നടി അൻസിബയുടെ പരാതിയിൽ കഴമ്പില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. SI രേഷ്മ അൻസിബയോട് മോശമായി പെരുമാറിയിട്ടില്ല. ലക്ഷ്മിപ്രിയ നൽകിയ പരാതിയിൽ വിവരങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ് ചെയ്തത്. പരാതിയിൽ കേസെടുക്കാനാകില്ലെന്നും ACP കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കി. അൻസിബ DGPക്കും മുഖ്യമന്ത്രിക്കും നൽകിയ പരാതിയിലാണ് ACPയോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷണർ ആവശ്യപ്പെട്ടത്. പരാതിയിൽ ലക്ഷ്മിപ്രിയയുടെയും SI രേഷ്മയുടെയും മൊഴി പോലീസ് എടുത്തിരുന്നു. അൻസിബയുടെ ആരോപണങ്ങൾക്ക് പിന്നിൽ വർഗീയവാദികൾ ഉണ്ടെന്ന് സംശയിക്കുന്നതായി ലക്ഷ്മിപ്രിയ പറഞ്ഞു. തന്റെ പരാതിയെ അമ്മ സംഘടനയ്ക്ക് വെണ്ണല ക്ഷേത്രം നൽകിയ സംഭാവനയുമായി ബന്ധിപ്പിക്കുന്നത് ഇതുകൊണ്ടാണെന്നും ലക്ഷ്മിപ്രിയ ആരോപിച്ചു. അൻസിബ വിചാരിച്ചാൽ തകർന്നു പോകുന്ന ഒരാളല്ല ലക്ഷ്മിപ്രിയ. പക്ഷേ അൻസിബയുടെ പിന്നിൽ കൃത്യമായിട്ടും അജണ്ടയുണ്ട്. ഇവിടുത്തെ മതവർഗീയവാദികൾ അൻസിബയുടെ പിന്നിൽ ഉണ്ട് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് സ്ത്രീത്വത്തെ അപമാനിച്ചതിന് അൻസിബയ്ക്കെതിരെ മാനനഷ്ട കേസ് നൽകുമെന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു. 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട നാളെ ഹൈക്കോടതിയെ സമീപിക്കും. അൻസിബ കോടതിയെ സമീപിച്ചോട്ടെ, പക്ഷേ ഞാൻ എന്താണെങ്കിലും 10 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ തന്നെ എന്റെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ആണ്, അദ്ദേഹം മുഖാന്തരം നാളെ തന്നെ ഞാൻ 10 കോടി രൂപയ്ക്ക് കേസ് ഫയൽ ചെയ്യുകയാണ്. തന്റെ പരാതിയിൽ കഴമ്പില്ലെന്ന പോലീസ് റിപ്പോർട്ടിനെതിരെ കോടതിയെ സമീപിക്കാനാണ് അൻസിബയുടെ തീരുമാനം. അതിനിടെ ടിനി ടോമിനെതിരെ അൻസിബയുടെ പരാതിയിൽ തുടർ നടപടികൾ മേലുദ്യോഗസ്ഥരുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് കടവന്ത്ര പോലീസ് വ്യക്തമാക്കി. ന്യൂസ് മലയാളം, കൊച്ചി.